ഹായ് ഗൈസ് പറഞ്ഞോ ഹായ് ഹായ് ഗൈസ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി വീട് ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബർത്ത്ഡേൻ്റെ മുമ്പ് ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞങ്ങളിപ്പോൾ ഏകദേശം വീട് മാറിയിട്ട് 1 മാസമായി. പക്ഷെ ഞങ്ങൾ ഹോം ടൂർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം ബർത്ത്ഡേൻ്റെതായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ജനലേന്ന് അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി. അപ്പോൾ ഇപ്പോൾ ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ മുമ്പ് ഇരുന്നത് പറളി തന്നെയാണ്, അവിടെ തന്നെയാണ് ഇപ്പോഴും. പറളിയിൽ പോകുന്നത് ഞങ്ങൾ ടൗണിലേക്ക്, അതായത് ടൗണിൻ്റെ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ നോക്കി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ ടൗൺ ഭാഗത്തേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് നോക്കി. പക്ഷേ അവിടെ ഒന്നും വീടുകൾ സെറ്റ് ആയിട്ടില്ല, അതായത് പൈസക്കുള്ള വീടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഭാഗത്ത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഓരോരോ വീട് മാറുമ്പോൾ ഞങ്ങൾ വിചാരിക്കണ്ടോ ഇനി ഇവിടെ അങ്ങോട്ട് ഷിഫ്റ്റ് ആക്കേണ്ടതാണ് നമ്മുടെ ലാസ്റ്റ്. അതൊന്നും വിചാരിക്കും, പക്ഷെ അത് വിചാരിക്കുന്ന പോലെയല്ല. ഓരോ ബുദ്ധിമുട്ടും ഞങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾ മാറും, ഇല്ലെങ്കിൽ അവര് ചിലപ്പോ എന്തെങ്കിലും ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്താണ് അങ്ങനെ അത് വീട് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാവും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പറളി തന്നെയാണ്. പറളി വെച്ച് നമ്മൾ അന്ന് ഇരുന്ന അവിടെ നിന്ന് വെച്ചിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്, ഒരു 2-3 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഇതാണ് ഇപ്പോൾ വീട് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ. ക്ലിയർ ആയിട്ട് അറിയില്ല, അത് ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് വീട് നോക്കാൻ വരുമ്പോൾ അവൻ. അപ്പോൾ ഇതാ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാറ്. അപ്പോൾ ഗൈസ് വാങ്ങിച്ച് എപ്പോഴും പറയുമ്പോൾ പറയും ബേബിൻ്റെ കാറ് ബേബിൻ്റെ കാറല്ല, ഞങ്ങളുടെ കാറ്, ഞങ്ങൾ ഉണ്ടാക്കിയ കാറാണ്. ശരി, ഇവിടെ കാറ് നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബേബിന്റെ ബൈക്ക്, ഇത് ബേബിന്റെ ബൈക്കാണ് ഞാൻ എടുത്തത്. വാങ്ങിച്ച് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നത്. പിന്നെ സ്കൂട്ടി അവിടെ ഉണ്ട് കേട്ടോ, സ്കൂട്ടി ആ സൈഡ് ഉണ്ട്. നമുക്ക് ഇവിടെ പാർക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആണ്, അതായത് കാറും ബൈക്കും സ്കൂട്ടി നിർത്തി കറക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ബൈക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട് കിട്ടാലും കാറൊക്കെ ഇറക്കി കൊണ്ടുപോകും. അങ്ങനെ അതായത് വലുതായിട്ട് നമുക്ക് മുറ്റും കാര്യങ്ങളില്ലെങ്കിലും നമ്മൾക്ക് പർപ്പസിന് കറക്റ്റ് ആയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് പിന്നെ പൂച്ചക്കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ തൊട്ട് ആ സൈഡ് കൊണ്ട് പോകണം. പൂച്ചക്കുട്ടികളാ ആ ഭാഗത്ത് പൂച്ചക്കുട്ടിയുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് പോയി കേട്ടാ ഈ ഒരു കുറച്ച്, അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഓവർ നമ്മൾ മുമ്പുള്ളവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ച് അടിപൊളിയാണ്. അടിച്ചുവരലും കാര്യങ്ങളൊക്കെ കുറവല്ല, അതാണ് ഞാൻ പിന്നെ അടിച്ചുവരൊന്നുമില്ല. അപ്പൊ പിന്നെ സ്ഥലം കൂടി. പിന്നെ ഇവിടെ നമുക്ക് എന്ന് വെച്ചാൽ ഇന്റർലോക്ക് ആട്ടാ. നമുക്ക് മുമ്പ് അവിടെ എന്താണ് ഇതായിരുന്നില്ല മെറ്റലും. പിന്നെ വേറെ ലാസ്റ്റ് നമ്മൾ ഇരുന്ന അവിടെ ആണെങ്കിൽ കുറച്ച് ഫ്രണ്ടേജ് ഉണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് ഇന്റർലോക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വായിച്ചിട്ട് സുഖമാണ്. വായിച്ച് അത്യാവശ്യം ഇറങ്ങി ഓടാണ്ടെങ്കിൽ ചെരുപ്പിടാണ്ട് വേഗം ഓടാൻ സുഖമാണ്. സിറ്റ് ഔട്ട് ഞാൻ അവിടെ ഇറങ്ങാം. സിറ്റൗട്ട് ഞങ്ങൾ മാക്സിമം ഇവിടെ ഒന്നാമത് എല്ലാവർക്കും അറിയാലോ, ഉറക്കം രാവിലെ എപ്പോഴും ശരിയായിട്ടില്ല. ഞങ്ങളുടെ 1 ഇയർ വെറുതെ പോയി. ആ ചില്ലിന് 1 വയസ്സായി. ആ 1 വയസ്സ് വരെ ഫുള്ള് രാത്രി ഉറക്കമില്ലാതെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഇതാണ് സിറ്റ് ഔട്ട്. ഈ ഒരു ഊഞ്ഞാലിന്റെ വാച്ചിന്റെ ഡെലിവറി സമയത്തല്ല, പ്രഗ്നൻസി സമയത്ത് മേടിച്ചിരുന്നു വാച്ചിക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഇതിന് മുമ്പ് ഇരുന്നവിടെ നമുക്ക് കെട്ടാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു മുക്കിലെടുത്ത് വെച്ചിരിക്കുന്നു അല്ലേ. ഇവിടെ പക്ഷെ വായിച്ചിക്ക് വേണ്ടി മേടിച്ചിട്ട് വായിച്ച് ആ സമയത്ത് ഇത് യൂസ് ഒന്നും ചെയ്തിട്ടില്ല. എടുക്കാൻ പോലെ കഴിയും. അപ്പോൾ സിറ്റ് ഔട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നമുക്ക് ഇവിടെ ഞങ്ങൾ കൂടുതൽ രാത്രിയൊക്കെ വന്ന് ഇരിക്കുക അല്ലേ. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം. കുറച്ച് വൃത്തികേടൊക്കെ ഉണ്ടാവും എപ്പോഴും പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ വീട് ഷിഫ്റ്റ് ആയെങ്കിൽ ഇപ്പോഴും എല്ലാം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ ബർത്ത്ഡേ തന്നെ ഫുള്ള് ഏകദേശം കുറേ ഓടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം അതും എന്താണ് അതിനൊരു 1 വീക്ക് നിങ്ങൾ ബർത്ത്ഡേ ക്യാൻസൽ ചെയ്യുക. അതൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോയത് കൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇറക്കി വിട്ടല്ലേ ഫുള്ള് ഓടലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇറക്കി വിടുമ്പോൾ നോക്കണം, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ശ്രദ്ധിക്കാൻ. ഇതാ ഹാളാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ്. എന്താണ് ചിങ്കിടൂനാണെന്നുണ്ടെങ്കിലും എന്താണ് ഓടിക്കളിക്കാം. മുമ്പ് പാലത്ത് ഇങ്ങനെ ഓടുമ്പോൾ അവിടെ പോയിട്ട് എന്താണ് ചുമലിൽ പോയി മുട്ടുന്ന ഒരവസ്ഥയായിരുന്നു. അത് ഇവിടെ അത്യാവശ്യം ചിങ്കിടൂന് ഓടിക്കളിക്കാം. ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും ചിങ്കിടു കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇതാണ് ഹാള്.
ഓടി ഓടി വാ ഓടി ഓടി വാ എന്തെങ്കിലും കണ്ടല്ലേ ഇപ്പൊ നേരെ പെറുക്കലാണ് ആൾക്ക് പണി. അപ്പൊ അതുകൊണ്ട് ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പൊ അത് വന്നു കഴിഞ്ഞാല് ഞാൻ നമുക്ക് ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. അപ്പൊ ഇതാ ഇവിടെ നമുക്ക് നോർമൽ എല്ലാവരുടെയും ഹോളിൽ ഡൈനിങ് ഒരു ഡോർ കാണാമല്ലോ, ഡോർ ഉണ്ട്. അതുകൊണ്ട് എന്തോ ഉപയോഗിച്ച് ഞങ്ങൾ ഹാളിൽ വിട്ട് കഴിഞ്ഞാൽ ഡോർ അടച്ചിട്ട് അവിടെ ഇരുന്നാലും ചിങ്കിലും നോക്കാൻ ഈസിയാണ്. അപ്പൊ ഇവിടെ ഒരു ഡൈനിങ് സ്പേസും പിന്നെ ഇവിടെ വാഷ് ബേസും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സെൽഫ് ഇല്ല, അതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളായിരിക്കും. പക്ഷെ അതൊന്നും സെറ്റ് ആക്കിയില്ല കേട്ടോ. ഇനിയിപ്പോ എല്ലാവരും കമന്റും കൊണ്ട് വരും എന്താണ് അത് ഒതുക്കാൻ സമയമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞു. അതെ. നെക്സ്റ്റ് അപ്പൊ ഇതാട്ടാ ഞങ്ങളുടെ ഇത് ചെങ്കിടൂഞ്ഞു എന്റെ റൂം മാത്രം മാക്സിമം ഇവിടെ കിടക്കാറില്ല. അതെന്താ സംഭവം എന്നറിയോ, ഞാൻ രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടി അലാറം വെക്കും. അപ്പൊ ചിങ്കിടു രാവിലെ ഞങ്ങൾ ഉറങ്ങും ഒരു 4 മണി ചിലപ്പോൾ 5 മണിയൊക്കെ ഉറങ്ങും. ഞാനൊരു 8-9 മണിയാകുമ്പോൾ അലാറം വെക്കും. ഞാൻ ഇവിടെ അലാറം വെച്ചിട്ട് വേണം ചിങ്കിടു എണീക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹാളിൽ പോയി കിടക്കും. അങ്ങനെയൊന്നുമില്ല, അത് ഇടക്കിട്ടാ. അപ്പൊ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഹാളിൽ തന്നെയാണ്, ഇല്ലാന്നില്ല. പിന്നെ ഞങ്ങൾക്ക് എവിടെ പോയാലും എന്താണ് കിട്ടാത്തൊരു സംഭവമാണ് ഈ കബോർഡ്, അതായത് അലമാര. ഞങ്ങൾ അലമാര മേടിക്കാത്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെയും തൂക്കിയിട്ട് നടക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലോ അവൻ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മേടിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കൊരു ഡ്രസ്സിങ്ങിന്റെ ഒരു എന്താ പറയാ കബോർഡും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് അതിന്റെ ഒരു സമാധാനമുണ്ട്. കാരണം പകുതി മുക്കാലും അവിടെ ഒതുങ്ങുന്നത്. മറ്റുള്ളവരൊക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലാത്തത് കൊണ്ട് നമുക്കൊക്കെ എന്താണ് പുറത്തേക്ക് ഇങ്ങനെ കാണും. അപ്പൊ അതൊന്നൊരു വൃത്തികേടായിരുന്നു ഒരു അവിടെ. ഇവിടെ അത് ഉള്ളത് കൊണ്ടാണ് ഒരു സമാധാനമാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓടുന്നത്. അപ്പൊ ഇതാണ് റൂം കേട്ടോ. ഇതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. കാണിച്ചു, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇത് ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. സ്പേസ് ഉണ്ട്, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് നമുക്ക് പോവാം. നെക്സ്റ്റ് ഇവിടെ പോവല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാല് ഡൈനിങ്ങിന്റെ അവിടെ തന്നെ ഇല്ലേ അത്യാവശ്യം ഈ ഒരു സ്പേസ് ഉണ്ട് കേട്ടാ. ഇവിടെയൊക്കെ നമുക്ക് എന്താ പറയാ ചിങ്കിളിന് ഓടി കളിക്കാൻ മെയിന്. ഞങ്ങൾക്കൊന്നും യൂസ് ഇല്ല. പിന്നെ ഇത് അവിടെ വന്നു ഇവിടെ പോകും. ഇത് അറ്റാച്ച്ഡ് ഒന്നും അല്ല, യൂസ് ചെയ്യുള്ളൂ. അതെ, ഇപ്പൊ അച്ഛൻ അമ്മയും വീട്ടിലേക്ക് പോയതിനു ശേഷം പിന്നെ ഇവിടെ അത് യൂസ് ചെയ്തിട്ടില്ല. അല്ല, മൊത്തം ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും കുറെ മടക്കി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. പിന്നെ ബാക്കിലൊരാള് ഇവിടെ രണ്ടാളും ഒരേ ഓടി കളിക്കാനുണ്ട്. അപ്പൊ ഈ റൂം വന്നിട്ടില്ലേ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂമാണ്. ഇവിടെ കോമൺ ബാത്റൂമാണ് ഗൈസ്. അപ്പൊ ഇവിടെ വന്നിട്ട് എന്താണ് ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും കൂടി ഉണ്ട്. സൗകര്യം ഉണ്ട്. അതെ. അപ്പൊ നെക്സ്റ്റ് അമ്മ പോണു. അയാള് ഏതാണ് അത് ചിങ്കിടോ വാങ്ങിച്ചെടുത്തിട്ടോ ഗൈസ്. അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് അടുക്കള കേട്ടാ. അപ്പോ കിച്ചണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോ അറിയാലോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കിച്ചണിൽ. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് സെൽഫുകളിലും അതെ സെൽഫുകൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഒക്കെ ഒതുക്കാന് എവിടെയൊക്കെ എന്നറിയണ്ട അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട്. പിന്നെ ഇവിടെ വേണ്ട ഇവിടെ ഒരു സെൽഫ് ഉണ്ട്. പക്ഷെ അതിലൊന്നും യൂസ് ചെയ്യാൻ ഇല്ല. കാരണം ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിലൊക്കെ തന്നെ ഒതുങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് മേടിച്ചു കൂടാത്തതുകൊണ്ട് ബാക്കി വെക്കാനൊന്നും ഇല്ല. ഇവിടെ തന്നെ മാക്സിമം എല്ലാം ഒതുങ്ങി സമയം. പിന്നെ ഇതിന് മുകളിലും കുറെ സാധനങ്ങൾ. അതുപോലെ തന്നെ ആ റൂമിലും ഇതേപോലെ സ്പേസിലും കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കിച്ചൺ ഇങ്ങനെയാണ് ഗൈസ്. കിച്ചൺ അത്യാവശ്യം സ്പേസ് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇതുവരെ സ്പേസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് മറ്റേ വെള്ളം ഇടല്ലേ ഇവിടെ വർക്ക് ഏരിയ എന്ന് പറയാനും പറ്റില്ല. അടുപ്പ് റൂം നമുക്ക് അങ്ങനെ പറയാം. അതായത് ഇവിടെ അടുപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ അടുപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇനി വിറകും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ഫുള്ള് എല്ലാം ഗ്യാസിലായതുകൊണ്ട് നമുക്ക് എന്താണ് ഗ്യാസ് പെട്ടെന്ന് കഴിയും. അപ്പൊ നമുക്ക് അടുപ്പ് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാ എന്റെ ഇത് തരാൻ വരാനുണ്ട് മേടിച്ചതിനാ.
അപ്പോൾ അടുപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇതൊരു അടുപ്പ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിൻ പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീനെ ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് തോന്നുന്നത് ഞങ്ങൾക്ക് കഴിക്കല്ലേ ലിസയ്ക്കും പൂച്ചയ്ക്കും. ഒരു കാര്യം കാണിച്ചത് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അടുക്കളൻ്റെ ബാക്ക് വശട്ടാ. ഇവിടെ നമുക്ക് ഇവിടെയാണ് തീരുമാനം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ നമുക്ക് എവിടെ പോയാലും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യം ഞങ്ങൾ നോക്കുന്നത് കിണറാണ്. ഇവിടെയും കിണർ തന്നെ കിട്ടിയിട്ടാണ്. ഇവിടെ കിണറും ഉണ്ട്, പിന്നെ ബോറിങ്ങും ഉണ്ട്, പിന്നെ ജലനിധിയും ഉണ്ട്. പക്ഷേ ഞങ്ങൾ കൂടുതൽ കിണറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാനാണെങ്കിൽ വായിച്ചാണെങ്കിലും വീട്ടിലുള്ള സമയത്ത് കിണർ വെള്ളവും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതാ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കിണർ, പിന്നെ ഈ ഒരു സൈഡ് കണ്ട, ഈ ഒരു സൈഡ് വന്നിട്ട് ഇതാ ഇവിടെ ഡിയോ നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വാഴയും പിന്നെ അവർ കുറച്ച് ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവർ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വാഴയൊക്കെ പോകുന്നത് അപ്പം മുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോട്ടൽ നമുക്ക് വരുന്നത് 2 റൂം, ഒരു ഹാള്, ഒരു ഡൈനിങ്, കിച്ചണും, പിന്നെ അവിടെ ഒരു മറ്റേ അടുപ്പിൻ്റെ ഒരു ഇത്, പിന്നെ അവിടെ എന്താ സ്റ്റെയർ. ഞങ്ങളുടെ ഫോട്ടോ ഇവിടെ വെച്ച് ഇതൊന്നും ആലോചിച്ച് വെക്കാൻ പറ്റില്ല, ഇത്രയും വലുതുമല്ല. അപ്പം ഞങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ റൂം പോലെ ഉണ്ട്. നമുക്ക് റൂമായിട്ട് ഡോറും കാര്യമൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചിങ്ങൂന് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെറസും കാര്യങ്ങളുണ്ട്. അത് കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഞങ്ങൾ ടെറസൊന്നും അങ്ങനെ വരാറില്ല, തുണിയും കാര്യങ്ങളും മാത്രം ഉണക്കാണ്ടാണ് അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം ടൂർ വീഡിയോ അല്ലേ. അവൻ ഇവര് കണ്ടാൽ ലേസിൽ വീഡിയോ നിന്നുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ചിങ്ങടു നിൽക്കുന്നില്ല? ചിങ്ങടൂന് ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല, നിങ്ങൾ കുറേ ആയില്ലേ മറ്റേ ചിങ്ങടൂര് നേരെ കണ്ടിട്ട്. അതായത് നമ്മളിപ്പോൾ ഷോർട്സ് ഇടുന്ന സമയത്ത് ആ ഒരു ഇത് മാത്രമല്ല അറിയുള്ളൂ അല്ലേ അവൻ. നമ്മൾ വ്ളോഗായിട്ട് ഇടുമ്പോൾ ചിങ്ങടൂര് കുറച്ചെങ്കിലും ആക്ടിവിറ്റി നമുക്ക് ഒരു വീഡിയോയിലായിട്ട് കാണാൻ പറ്റുമല്ലോ. ഷോർട്സ് ഇടുന്ന സമയത്ത് അറിയില്ല. ഇപ്പോൾ ഉണ്ടാവും നല്ല ബുദ്ധി പറഞ്ഞാൽ നല്ല ബുദ്ധിയാണ്. തല്ലല് മെയിൻ വാങ്ങിച്ചിട്ട് നല്ല തല്ല് പറഞ്ഞ അമ്മനെ തല്ലി പറഞ്ഞ പോയി തല്ലുവത്ത് കൊടുത്തിട്ട് വരും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകദേശം ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ മാക്സിമം ആക്റ്റീവ് ആവാൻ തുടങ്ങി. അപ്പോഴൊന്നും ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് രാത്രിയാണ് മാക്സിമം ആക്റ്റീവ്. അതായത് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിങ്ങടൂർ ഒരു പുലർച്ച 4 മണി 5 മണി 6 മണി അങ്ങനെയൊക്കെ ടൈം ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉറങ്ങിയിട്ട് എണീക്കുന്നത് ചിലപ്പോൾ 2 മണിക്ക് ആ ടൈമിനായിരിക്കും. അപ്പൊ എണീറ്റിട്ട് ചിന്തനും ഫുഡും കാര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഡേ അങ്ങനെ പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം മെയിനായിട്ട് കിട്ടാറില്ല. രാത്രിയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഞാൻ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എടുക്കാൻ പറ്റാനിട്ടാണ്. ഇനിയിപ്പോ അതെ എപ്പോഴും മലയാളത്തിന് ആഗ്രഹമുണ്ട്. അത് ഇങ്ങനെ സിറ്റുവേഷൻ ആയിട്ടാണ് വെറുതെ പോലെ പോയി അല്ല പോയ വായിച്ചിക്കാണെന്നുണ്ടെങ്കിലും ഫീലും ചെയ്യുന്നത് കൊണ്ട് വായിച്ച് കുറച്ച് ടയർഡ് കൂടുതലാണ്. എന്തൊക്കെ പണി ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. ചിങ്ങട ഒന്നാമത് ഉറങ്ങാൻ തീരുന്നു. രാത്രി ഇപ്പൊ ഏകദേശം എല്ലാവരുടെ അടുത്തും ഞാൻ ഇത് പറഞ്ഞത് ഒരാഴ്ച നിങ്ങൾ രാത്രി ഉറപ്പില്ലാണ്ടിരുന്നു. മാനസികമാവും ഒരു മാതിരി നമുക്ക്. പക്ഷെ ഞങ്ങൾ കുറെ ശ്രമിച്ചിട്ടുണ്ട്. ചിങ്ങൂരിൽ നേരത്തെ എണിപ്പിച്ചു വിട്ട് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി എന്താണ് നേരത്തെ ഉറക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയായിട്ടും നടക്കുന്നില്ല. ഒരു 2 ദിവസം ഉറങ്ങിയാലും അതായത് ഇല്ലേ ഇന്നിപ്പോ ഒരു പുലർച്ചെ ഒരു 3 മണിക്ക് ഉറങ്ങുന്നത് നാളെ അതേ 3 മണി കറക്റ്റ് 3 മണിയാകുമ്പോൾ ഉറങ്ങില്ലേ. അത് എന്തായാലും എനിക്കറിയില്ല. ഞങ്ങൾ കുറെ ചേഞ്ച് ചെയ്യാൻ നോക്കിയിരുന്നു. നേരത്തെ എണീപ്പിച്ചു വിട്ട് കഴിഞ്ഞാല് മൂപ്പരിക്ക് ഒരു എന്താ പറയാ അന്ന് മൊത്തത്തിലൊരു കുളമായിരിക്കും അല്ലേ. കരഞ്ഞുകൊണ്ടേയിരിക്കും. അതെ ചിങ്കടോ എന്താണ് ഹായ് ഹായ് അവിടെ ഹായ് ഇവിടെയല്ല അവിടെ ഹായ് ഹായ് വരി ഗൈസ് പിന്നെ അതുപോലെ തന്നെ ഇല്ലേ എന്താണ് ചിങ്ങൂരിന് ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ചുമയും ജലദോഷവും ചെറുതായിട്ട് ഉണ്ടായിരുന്നു. ചുമയും ഉണ്ടായി തൊള്ളവേദന ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വാശിക്ക് കൊടുത്തു. അത് നേരെ ഇപ്പൊ ചിങ്ങടൂന് വന്നിട്ടുണ്ട്. ജനീലിനും ഉണ്ട്. ചിങ്ങടൂന് ഇപ്പോ എന്താണ് ജലദോഷം വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവൻ മരുന്ന് പക്ഷെ നേരെ കഴിക്കുന്നില്ല. അങ്ങനെയൊക്കെ കുറച്ച് കൊടുത്തു. പക്ഷെ ആൾക്ക് നല്ല ചുമയുണ്ട്. രാത്രിയൊക്കെ ഉറക്കത്തിൽ ഫുള്ള് ചുമയാണ് കേട്ടോ. കയ്യിൽ കണ്ടത് കൊറേ ആയി വന്നിട്ട് അപ്പൊ അതൊന്നും ഇങ്ങനെ സംസാരിച്ചു പോയി. അപ്പൊ എന്തായാലും എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പൊ ബൈ.
ടാറ്റാ. ടാറ്റാ.